ഹലോ, കീം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. സോ ലാസ്റ്റ് മിനിറ്റ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിന് ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പരീക്ഷയ്ക്ക് പോകാൻ. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം 150 ക്വസ്റ്റ്യൻസും 180 മിനിറ്റ്സുമാണ്. എന്ന് വെച്ചാൽ ആവറേജ് ഒരു ക്വസ്റ്റ്യന് 72 സെക്കൻഡ്സ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. ഓക്കെ, അതിൽ നമുക്കറിയാം കെമിസ്ട്രിക്കും ഫിസിക്സിനും പല ക്വസ്റ്റ്യൻസിനും കുറച്ച് സമയം മതി. ആ സമയം മുഴുവൻ നമ്മൾ മാത്തമാറ്റിക്സിൽ വേണം സ്പെൻഡ് ചെയ്യാൻ. മാത്സിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാഫ് ദ സിലബസ് അല്ലെങ്കിൽ ഹാഫ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. ഫിസിക്സ് 45, കെമിസ്ട്രി 30. ദർ ആർ 5 ഓപ്ഷൻസ്. JEE മെയിൻ പോലുള്ള എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് 4 ഓപ്ഷൻസ് മാത്രമാണ് MCQ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 5 ഓപ്ഷൻസ് ആണ് കീമിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കറക്കി കുത്താൻ പാടില്ല, റാൻഡം ഗസ്സിങ് പാടില്ല. കാരണം ശരിയാവാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. സോ ബിവെയർ ഓഫ് റാൻഡം ഗസ്സിങ്. 20% ചാൻസ് മാത്രമേ ഉള്ളൂ കറക്കി കുത്തി കഴിഞ്ഞാൽ ശരിയാവാനുള്ള ചാൻസസ്. മിനിമം ഓഫ് 10 മാർക്സ് ഇസ് ഇൻ നോർമലൈസ്ഡ് എൻട്രൻസ് എക്സാം ഈസ് റിക്വയർഡ് ടു ബി എലിജിബിൾ ടു ബി ഇൻ ദ റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് 300ലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം 10 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ലാസ്റ്റ് മിനിറ്റ് ടിപ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ എക്സാം സെന്ററിൽ കൃത്യസമയത്ത് നേരത്തെ തന്നെ എത്തുക. ക്ലോസിംഗ് ടൈം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കാണാൻ പറ്റും. അതിനൊക്കെ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ആ എക്സാം സെന്ററിലേക്ക് എത്തുക. അഡ്മിറ്റ് കാർഡ്, ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിന്റ് പെൻ, ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൂടാതെ താഴെ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ID കാർഡ്, നിങ്ങളുടെ പാൻ കാർഡ് ആവാം, ആധാർ കാർഡ് ആവാം, വോട്ടേഴ്സ് ID കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, +2ൻ്റെ ഹോൾ ടിക്കറ്റ് ആവാം, അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു ID കാർഡ് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്തത് മറക്കരുത്, തീർച്ചയായിട്ടും കൊണ്ടുപോകണം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിന്റ് പെൻ, ഇത്രയും ആവശ്യമുള്ളൂ എക്സാം ഹാളിലേക്ക് പോകും. വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്തതിന് ശേഷം എക്സാം ഹാളിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തൊരു സീറ്റ് ഉണ്ടാവും. ആ നമ്പർ നോക്കി കൃത്യമായിട്ട് നിങ്ങളുടെ സീറ്റിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പെൻസിൽ, ഇറേസർ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. നോട്ട്ബുക്ക്, അതുപോലെ തന്നെ ലോഗരിതം ടേബിൾ, കാൽക്കുലേറ്റേഴ്സ്, ഇതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആകെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ID കാർഡും അതുപോലെ തന്നെ ബോൾ പോയിന്റ് പെന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ എക്സാം ഹാളിൽ തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡു നോട്ട് യൂസ് കമ്പ്യൂട്ടർ കീബോർഡ് നമുക്ക് ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അൺനെസസറിലി നമ്മൾ ആവശ്യമില്ലാത്ത കീ കോമ്പിനേഷൻസ് ഒക്കെ പ്രസ് ചെയ്തിട്ട് എക്സാമിന് ഇൻറ്ററപ്റ്റ് ആവാനുള്ള ഒരു ചാൻസസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മൗസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് നെസസറി യു ക്യാൻ യൂസ് ദ വിർച്വൽ കീബോർഡ് ഓൺ ദ സ്ക്രീനിൽ ഒരു വിർച്വൽ കീബോർഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കീബോർഡിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിർച്വൽ കീബോർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് 15 മിനിറ്റ്സ് ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ആ മോക്ക് ടെസ്റ്റ് 15 മിനിറ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആക്ച്വൽ എക്സാം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ 15 മിനിറ്റ് നമുക്ക് ആ ഒരു യൂസർ ഇൻ്റർഫേസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സെലക്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഈ 15 മിനിറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, റിമൈനിങ് ടൈം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ ഒരു കോർണറിൽ ഫുൾ ടൈം വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് എക്സാം സമയത്ത് നിങ്ങൾ ടൈമിന് എത്ര ബാക്കിയുണ്ട്, എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ള ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ആ ഫിഗർ എപ്പോഴും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഓഫ് എനി ടെക്നിക്കൽ ഇഷ്യൂ, കമ്പ്യൂട്ടർ ഓഫ് ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർഡ്വെയർ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സീറ്റിൽ വേറെ കമ്പ്യൂട്ടർ അലോ ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമയം ഇൻവിജിലേറ്റേഴ്സ് എന്തെയും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു സീറ്റ് ഒരുക്കി തരും. അതുകൊണ്ട് ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ദി എക്സാം എന്തെങ്കിലും സംഭവിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ആൻഡ് ഫൈനലി എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമാണ്. ഓൾ ദ ബെസ്റ്റ്. ഇതുവരെ നിങ്ങൾക്കറിയാം ഒരുപാട് എക്സാംസ് നിങ്ങൾ പലതും എഴുതി കഴിഞ്ഞു, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എക്സാംസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. സോ കേരളത്തിലുള്ള ഒരുപാട് നമ്പർ ഓഫ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിൻ്റെ പ്രതീക്ഷയാണ് കീം എക്സാം എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ CET, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള തൃശ്ശൂരുള്ള കോളേജ്, റൈറ്റ്, അതുപോലെ TKM തുടങ്ങിയിട്ടുള്ള നല്ല കോളേജസിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് കീം. അത് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു XNY യൂണിവേഴ്സൽ JEEയുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക, നന്നായിട്ട് എഴുതുക, വിജയത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. നമ്മൾ സക്സസ്ഫുൾ ആവും, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പോസിറ്റീവ് തോട്ടോടുകൂടി മാത്രം അടുത്ത 4-5 ദിവസം ഇരിക്കുക. മോഡൽ എക്സാമിനേഷൻസ്, മോക്ക് എക്സാമിനേഷൻസ് എഴുതാൻ ബാക്കിയുള്ള ആളുകൾ എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കറിയാം ഇനിയുള്ള 4 ദിവസം പുതിയ ടോപ്പിക്കുകളൊന്നും തന്നെ പഠിക്കാനില്ല.
പുതിയതായിട്ട് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചെടുക്കാൻ ഇനി കഴിയില്ല. പഠിച്ച ചാപ്റ്റേഴ്സിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല സ്ലീപ്പ് റുട്ടീനൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാം പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് ഉറങ്ങി നമ്മൾ മെൻ്റൽ സ്റ്റേറ്റ് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് എക്സാമിന് പോവുക. സോ വൺസ് അഗൈൻ 2025 കീം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോവുക. ഓക്കെ, ബൈ.